അല്ലു ഗുയ്സ് ജനുവരി 1 മുതൽ ഞാൻ VIP വിലയില്ലാപ്പെട്ട തരി ഉള്ള ജോലിയും പോയി വീട്ടിൽ മാനസിക ഇരിപ്പാണ്. വണ്ടി എടുത്ത് പുറത്തു പോകാനുള്ള പരിപാടിയാണ്. നോക്കുമ്പോൾ 2 ടയർ മുട്ടയാണ്, മുന്നത്തെ ബ്രേക്കില്ല. ഇതും കൊണ്ടാണ് എൻ്റെ നടപ്പ്. ഏകദേശം 5 വർഷമായി നമ്മളെ വണ്ടി എടുത്തിട്ട്. നമ്മൾ വണ്ടി എടുത്ത് ഞാനിപ്പോൾ നമ്മൾ SMK ഇതാണ് നമ്മളെ സ്വന്തം മുട്ടായി തരും. ഇപ്പോൾ ആളില്ലാത്ത നോക്കണ്ട, ഞായറാഴ്ചയൊക്കെ പൊലന്തരക്കാണ്. ഞാൻ അത് 200 കൊടുത്തിട്ട് അടിച്ചാമ്പളി ബാഗ് മേടിച്ചിട്ട് ഇവിടുന്ന്. നമ്മൾ SML വന്നതിന് വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മൾ പറഞ്ഞുതരാം. നമ്മൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ അതിനെന്ത് ഐഡിയ കിട്ടാൻ നോക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ആദ്യം പറഞ്ഞാൽ ഇവിടെ കുറേ അലഞ്ഞിട്ടും എനിക്കൊരു ഐഡിയയും കിട്ടിയില്ല. അങ്ങനെ വരുന്ന വയ്ക്കാതെ കുറേ മനുഷ്യന്മാർ കൂടിക്കണ്. അപ്പോൾ എന്താണെന്ന് നോക്കാൻ പോയതാ. അപ്പോൾ ഒരു മച്ച 50 റുപ്യക്കുള്ള പാൻറ്റും ഷർട്ടൊക്കെ വാരി കോരി കൊടുക്കുകയാണ്. ഈ കാണുന്ന സാധനത്തിനൊക്കെ 50 റുപ്യാണ് മച്ചാൻ കൊടുക്കണത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളെ SML കച്ചവടം. സൺഡേ ഇതിനും രൂക്ഷമാണ്. അവിടുന്ന് പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നേരെ വിട്ട് ബീച്ചിക്ക്. കുറച്ച് കാലമായി കോഴിക്കോട് ബീച്ചിക്കൊക്കെ വന്നിട്ട്, അല്ലെങ്കിൽ ആഴ്ചയിലേക്കും മാസത്തിലെങ്കിലും ഒരു വട്ടമെങ്കിൽ നമ്മളിവിടെ വരുന്നുണ്ട്. ഇപ്പോൾ കടകളൊക്കെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ നേരെ ബീച്ചിക്ക് ഇറങ്ങിയതാ ബീച്ച് ടൂറിസത്തിന് വക ബോട്ടിംഗ് ഉണ്ട് ഇവിടെ. 250 റുപ്യ ഒരാൾക്ക്. ഏകദേശം 3 കിലോമീറ്റർ ഉള്ളോട്ട് കൊണ്ടുപോകുന്ന പോലെ പറയണേ. അവിടെ പോയിട്ട് 2 മറക്കലും കരക്കലും കറങ്ങി ഫോട്ടോസ് എടുത്തുകൊണ്ട് വരാമെന്നാണ് പറഞ്ഞത്. നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മളെല്ലാം മാറിയത്. നല്ല വെയിലിനി ഒരു ഫ്ലാഗിൻ്റെ ബാക്കിൽ നമ്മൾ വിളിച്ചിന്ന്. എന്തായാലും ഇവർ പോയി വരുന്നേ കാണാൻ വേണ്ടി. കോഴിക്കോട് ബീച്ച് വന്ന ഒരു ചൊരണ്ടേസി അത് നിർബന്ധമാണ്. എപ്പോൾ വന്നാലും ഞാനൊരു ചൊരണ്ടേസ് തന്നു. നല്ല രസമാണ് ഇവിടുത്തെ ചൊരണ്ടേസ് കഴിക്കാൻ. ഇന്ത്യക്കാരെ അടിച്ചാമ്പളിയാക്കി ചൊരണ്ടേസ് ഉണ്ടാക്കി തന്നു. ഞാൻ മിക്സ്ഡാ വാങ്ങി. എന്നിട്ട് കാണാൻ നല്ല അടിച്ചാമ്പളിയില്ലേ, നല്ല രസമുണ്ട് കാണാൻ തന്നെ. കടൽ കാണാൻ വന്നാൽ കടലിറക്കണം, അതാണ് കടലിലെ നിയമം. കുറച്ച് നേരം ഞാനും ഇറങ്ങി തിര എണ്ണി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. നേരെ വീട്ടിൽ പോലുള്ള പരിപാടി നോക്കുകയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത പരിപാടി പിടിക്കണം. തൊഴിലില്ലായ്മ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തോളി, ഫോളോ ചെയ്തോളി. ബൈ.